നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, അങ്ങനെ ഈ ഒരു ട്രെൻഡ് നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. വരും ദിവസങ്ങളിൽ എക്സ്പയറി നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. അതിലും ക്വിക്കായിട്ട് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചു നോക്കാം. ഇന്നത്തെ ഒരു മാർക്കറ്റ് ഓപ്പണിംഗ് ക്യാനിൽ തന്നെ 23,720 ബ്രേക്ക് ചെയ്തു. 23,720 താഴെ പ്രോഫിറ്റ് ബുക്കിംഗ് വരുമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ലെവലാണ് 23,662. ഇതൊരു സപ്പോർട്ട്, നല്ലൊരു സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ട്രേഡിംഗ് പ്ലാൻ നമ്മൾ നൽകിയിരുന്നത്. ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്തതിന് ശേഷം 23,720 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ പോസിറ്റീവാണ് സെന്റിമെന്റ്. അടുത്ത റെസിസ്റ്റൻസ് 23,800 നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. 23,800 അടുത്ത സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ. 23,800 മുകളിലേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷമായാലും 23,800 സപ്പോർട്ട് നിലനിർത്തിക്കൊണ്ടാണ് നിഫ്റ്റി, അതായത് ഇതിൻ്റെ മുകളിൽ നിലനിൽക്കുമ്പോൾ ഒരിക്കലും ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്റ്റീവ് ആവില്ല. കാരണം റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു 800 നിന്ന് തന്നെ തിരിച്ച് ബൗൺസ് ചെയ്തുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ സെന്റിമെന്റ് തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ ശ്രദ്ധിക്കണം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ. വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിക്ക് 23,800 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത പ്രോഫിറ്റ് ബുക്കിംഗ് വരും. അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരെ നിഫ്റ്റിക്ക് പോകാനായിട്ട് സാധിക്കും. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട് വരും ദിവസത്തെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ. നമുക്ക് ഏതൊക്കെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാനേജ് ചെയ്യേണ്ട രീതി നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ നിഫ്റ്റിനായാലും മാനേജ് ചെയ്യേണ്ട റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, ലോവർ ലെവലിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, ഹയർ ലെവലിലെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. നിഫ്റ്റി ആയാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ലെവലുകളൊന്ന് ശ്രദ്ധിക്കാം. ആ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലാണ്. വോളറ്റാലിറ്റിക്കുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വൈഡായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് പോലെ തന്നെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 23,875 ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 800 അടുത്തുനിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. 800 ബ്രേക്ക് ചെയ്താൽ 730 സപ്പോർട്ട്, 700 സപ്പോർട്ട്, 666 സപ്പോർട്ട്. 666 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 700 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ആണ്. ബൈ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. പറയുന്നൊരു സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണെങ്കിൽ ക്വിക്കായിട്ടുള്ളൊരു ഫാള് മാർക്കറ്റിൽ കിട്ടും. അടുത്തൊരു സപ്പോർട്ടിൻ്റെ അടുത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. അല്ലെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് ലെവലിലേക്ക് വീണ്ടും എത്താനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. 666 താഴെയായാലും സപ്പോർട്ടുകളുണ്ട്. ഈ ഒരു സപ്പോർട്ടുകളൊക്കെ നമ്മൾ മുൻപ് നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടുകൾ മാനേജ് ചെയ്യുന്ന ആ ഒരു ട്രേഡിംഗ് സ്റ്റൈലിൽ മാനേജ് ചെയ്യുക. ഫിൻ നിഫ്റ്റി നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിനെ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യുമ്പോൾ ലോവർ ലെവലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ തന്നെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ മാനേജ് ചെയ്യുക. ഹയർ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് 23,570, 23,620, 620 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 570, 620 റേഞ്ചിന്റെ ഇടയിലായിരിക്കും മാർക്കറ്റ്. അതിനുശേഷം ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ റേഞ്ചിന്റെ ഇടയിലാണ് 570 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 505 അടുത്തൊരു സപ്പോർട്ട്. 505 ബ്രേക്ക് ചെയ്താൽ 412 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിന് സാധ്യതയുണ്ട്. 412 സപ്പോർട്ടിന്റെ അടുത്തേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ ബൈക്ക് മാത്രമാണ് കൂടുതൽ സാധ്യത, ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് എങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്തതെന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ഇന്ന് 52,450, 52,600, 52,600 താഴെയായിരുന്നു നിലനിർത്തിയിരുന്നത്. 52,450 താഴത്തേക്ക് ജസ്റ്റ് വന്നെങ്കിലും വീണ്ടും 52,450, 52,600 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ബൈയിലേക്ക് കടന്നു. പിന്നെ വേറെ ബാങ്ക് നിഫ്റ്റിക്ക് ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഇല്ലായിരുന്നു. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റിനെ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, എങ്ങനെയാണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടതെന്ന് നോക്കാം. റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം.
ഒരു ദിവസത്തിൽ ബാങ്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ 52,665 സപ്പോർട്ടിൻ്റെ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കുക. ഓപ്പൺ ഇതിൻ്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സ് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഇതിൻ്റെ മുകളിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്താലും 52,865 റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് ഉടനെ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഈ രണ്ട് റേഞ്ചിൻ്റെ ഇടയിലാണെങ്കിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താലും പ്രത്യേകം ശ്രദ്ധിക്കുക. 52,865 സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്ത ഹയർ ലെവലിൽ നിന്നുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് പറയുന്നൊരു സപ്പോർട്ടിലാണെങ്കിൽ ബൈക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ഇടയിലാണെങ്കിൽ കൃത്യമായിട്ട് റെസിസ്റ്റൻസ് സപ്പോർട്ടിൻ്റെ അടുത്ത് നിന്നുള്ള എൻട്രികൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ലോവർ ലെവൽ സപ്പോർട്ട് 52,405 ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലുകൾ ബാങ്ക് നിഫ്റ്റിയിലെ ലോവർ ലെവൽ വർക്ക് ചെയ്യും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.